Hello, very good morning. So, ഇന്നൊരു പുതിയ ഡേ ആൻഡ് സംതിങ് ബ്യൂട്ടിഫുൾ ഈസ് ഗോയിങ് ടു ഹാപ്പൻ അല്ലെ? നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു സംഭവമാണ് ഹോപ്പ് ഫോർ ദ ഗുഡ് എന്നുള്ളത്. സോ ഹാപ്പി ടു സീ യു ഓൾ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. എനിവേ, ഇന്ന് നമ്മളെ മൈൻഡിന്റെ ഒരു നാച്ചുറൽ ഹാബിറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാന്ന് വിചാരിച്ചു. ഓക്കെ, സോ എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? കാരണം നമുക്ക് നമ്മളെ മൈൻഡിന് ഒരുപാട് ഹാബിറ്റ്സ് ഉണ്ട് അല്ലെ? നമ്മളിപ്പോ കണ്ടിന്യൂസ്ലി ചെയ്തു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെ തന്നെയാണെങ്കിലും ദാറ്റ് വിൽ ബി അവർ ഹാബിറ്റ് അല്ലെ? നമ്മൾ പോലും അറിയാതെ അതെന്ത് ചെയ്യും, നമ്മളെ ഹാബിറ്റ് ആയിട്ട് മാറുന്നുള്ളതാണ്. സോ ഹിയർ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പാർട്ട് എന്താന്ന് വെച്ചാല്, നമ്മളെ ലൈഫില് നമുക്ക് മിസ്സാവുന്ന സംതിങ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും മിസ്റ്റേക്സ്, നമ്മളെ ലൈഫിൽ വർക്ക് ആവാത്ത സം സിറ്റുവേഷൻസ്, സം തിയറീസ്, ഇതേപോലത്തെ സംഭവങ്ങളില്ലേ, അതായത് നമുക്ക് വർക്ക് ആവാത്ത സംഭവങ്ങൾ ഫുൾ ആയിട്ട് നമ്മളെ മൈൻഡ് പിക്ക് ചെയ്യും. സീരിയസ്ലി. കാരണം ഇറ്റ് വിൽ ഫോക്കസ് ഓൺ ദ നെഗറ്റീവ്സ് ബിക്കോസ് ഓഫ് ദ ഫീലിംഗ് ഓർ സംതിങ്, മേ ബി. പക്ഷെ നമ്മളെ മൈൻഡ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് റോങ് ആയിട്ട് നെഗറ്റീവ്സ് ആയിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക. ഇപ്പുറത്ത് ഒരു 100+ പോസിറ്റീവ്സ് ഉണ്ടെങ്കിൽ കൂടെ ഓപ്പോസിറ്റ് സൈഡില് ചെറിയൊരു മിസ്റ്റേക്ക് വരുന്ന സമയത്ത് അതിനെക്കുറിച്ച് പാനിക് ആയിട്ട് എന്ത് സംഭവിക്കും എന്നുള്ള സംഭവത്തിൽ ഓവർ വെറീഡ് ആവുന്ന ഒരു സംഭവമാണ് മൈൻഡ് പെട്ടെന്ന് വിൽക്കുക. ഓക്കെ, സോ നമുക്ക് ഇതിന് ഒരു പെർമനന്റ് സൊല്യൂഷൻ എന്താ എന്നുള്ള ഒരു സംഭവം. സോ ആസ് യു നോ, മൈൻഡ് പവറിൽ ഒരുപാട് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഉണ്ട്. നമ്മളെ മൈൻഡിനെ കാമാക്കാനും നമ്മളെ ലൈഫിനെ ബെറ്റർ ആക്കാനും നമുക്ക് ഗ്രോത്ത് നേടിയെടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരുപാട് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഉണ്ട്. സിമ്പിൾ വേയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട്. സോ ഹിയർ ഇറ്റ് വാസ് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെ? താങ്ക് യു എക്സ്പ്രസ് ചെയ്യുക അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാന്ന് പറയും. ഇവിടെ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രശ്നങ്ങളിൽ നിന്ന് മാറി നമ്മളെ ബ്ലെസ്സിങ്സിനെ കുറിച്ച് ആലോചിക്കും. സോ നിങ്ങൾ ആലോചിക്കേ, നമ്മൾ എത്രത്തോളം ബ്ലെസ്ഡ് ആണ്. നമ്മളെ ബോഡി, നമ്മളെ ഹെൽത്ത്, നമ്മളെ വെൽത്ത്, നമ്മളെ കരിയർ, നമ്മളിപ്പോ പോകുന്ന സിറ്റുവേഷനൊക്കെ നമ്മൾ വർഷങ്ങൾക്ക് മുന്നേ ചിലപ്പോൾ ആഗ്രഹിച്ച കാര്യങ്ങളായിരിക്കും. ഒരിക്കലും നടക്കില്ല നമ്മൾ ഉറപ്പിച്ച ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ഈ ഒരു മൊമെന്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താ? ഞാൻ ചോദിച്ച ആ സാധനം മാത്രം എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള ആ ഒരു മോഡിലായിരിക്കും നമ്മൾ പോകുന്നത്. എനിവേ, ഗ്രാറ്റിറ്റ്യൂഡിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യേണ്ടത്. കാരണം നമ്മളെ ബ്ലെസ്സിങ്സ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് അപ്പോഴാണ് ശരിക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാവുക എന്നുള്ളതാണ്. നമ്മളെ മൈൻഡ് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ച് അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡിൽ ഫോക്കസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഇമോഷൻസ് ലൈറ്റർ ആവുന്നതും കാം ആവുന്നതും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഇന്ന് മുതൽ, ഇപ്പൊ മുതൽ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണിയിലേക്കും കൂടെ കടക്കുകയാണ്. കാരണം നമുക്ക് നമ്മളെ ബ്ലെസ്സിങ്സും കൂടെ ഒന്ന് അറിയാം. നമ്മൾ ഇനിയും ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഡിസ്കസ് ചെയ്ത് പോകും എങ്കിൽ കൂടെ നമ്മളെ ബ്ലെസ്സിങ്സും അതേപോലെ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അതിലേക്കും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കാലെടുത്ത് വെക്കാം. സോ മെഡിറ്റേഷനിലേക്ക് പോവാം. സോ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇരിക്കാം. ഐ ഹോപ്പ് യു ആർ റെഡി. സോ നിങ്ങൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഇരുന്നതിന് ശേഷം പതിയെ കണ്ണുകൾ അടയ്ക്കും.
ഇടത് കൈക്ക് മുകളില് വലത് കൈ വെച്ചിട്ട് തംസ് തമ്മിൽ യോജിപ്പിക്കാം. പതിയെ നിങ്ങളെ ശ്വാസത്തിലേക്ക് ശ്രദ്ധിക്കാം. നിങ്ങൾക്കിപ്പോ ദീർഘശ്വാസം എടുത്തു വിടാവുന്നതാണ്. Take a deep breath in. Hold on and breathe out. Take a deep breath in. Hold on and breathe out. Again, take a deep breath in. Hold on and breathe out. ഇനി നിങ്ങളെ നോർമൽ ആയിട്ടുള്ള ഒരു ബ്രീത്തിങ്ങിലേക്ക് നിങ്ങൾ ആ ബോഡീനെ അലൈൻ ചെയ്യിപ്പിക്കാം. ആൻഡ് ഒരു ബ്രീത്ത് എടുക്കുമ്പോഴും നിങ്ങൾ ആ ബോഡി റിലാക്സ്ഡ് ആവുന്നത് നിങ്ങൾ അറിയുന്നുണ്ട്. നിങ്ങളുടെ കാലുകൾ, കൈ, ഷോൾഡേഴ്സ്, internal organs, നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ സ്റ്റമക്ക്, ചെസ്റ്റ്, head, face, everything gets relaxed. അടുത്ത കുറച്ച് സമയത്തേക്ക് something was going to happen and all your body, mind, soul was ready for that. നിങ്ങൾ ആ ഒരു ബ്രീത്തിങ് പാറ്റേണിൽ ജസ്റ്റ് ഒന്ന് നോട്ടീസ് ചെയ്യാം. ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. ആ ഒരു എയറിന്റെ പാസേജ്, ഓരോ ബ്രീത്തിലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാംനെസ്, റിലീഫ് ഓഫ് ടെൻഷൻ നിങ്ങൾക്കൊന്ന് ഫീൽ ചെയ്യാം. പതിയെ നിങ്ങൾ അവയർനെസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള, നിങ്ങളെ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനെ കുറിച്ച് ഇപ്പൊ നിങ്ങൾക്ക് ആലോചിക്കാം. It could be your health, wealth, family, ability to learn, and nothing. നിങ്ങളെ ബ്രീത്ത്, നിങ്ങളെ അലൈവ് ആക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ബ്രീത്ത്, വാട്ട് എവർ ഇറ്റ് മേ ബി, തിങ്ക് അബൌട്ട് ദാറ്റ്. ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിനെ ഫീൽ ചെയ്യാൻ വേണ്ടി നിങ്ങളെ അനുവദിക്കുക. അതിനെക്കുറിച്ച് ആലോചിക്കുക മാത്രമല്ല, ആ ഒരു ഫീൽ, ആ ഒരു ഇന്റേണൽ ഫീൽ നിങ്ങളെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. And thank you so much. പതിയെ നിങ്ങളുടെ ശ്രദ്ധ അടുത്തൊരു ചെറിയ ബ്ലെസ്സിങ്ങിലേക്ക് കൊടുക്കാം. മേ ബി സംതിങ് ദാറ്റ് സപ്പോർട്ട് യുവർ ലൈഫ് എവറി ഡേ. എല്ലാ ദിവസവും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ചെറിയ കാര്യമാവാം, അല്ലെങ്കിൽ നിങ്ങളെ കെയർ ചെയ്യുന്ന പീപ്പിൾ ആവാം, നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് ആവാം.
നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ആ ഒരു സ്ട്രെങ്ത് ആവാം. ആ ഒരു അപ്രിസിയേഷൻ നിങ്ങളെ ഉള്ളിൽ ഫീൽ ചെയ്യുക, നിങ്ങളെ ഹൃദയത്തിൽ ഫീൽ ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് ലൈഫിൽ മാത്രം ഉണ്ടാവുന്നതല്ല. ശരിക്കും എല്ലാവരുടെ ലൈഫിലും ആൾറെഡി ഉള്ള ഗുഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്, റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ വിട്ടുപോകുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ. സോ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീലിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഈ ഓരോ പ്രോസസ്സും എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. പതിയെ നിങ്ങളെ ഹൃദയത്തില് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള വാം ലൈറ്റ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് കാണാം. ദാറ്റ് വാസ് എ ലൈറ്റ് ഓഫ് അപ്രീസിയേഷൻ. നിങ്ങളെ ഹൃദയത്തിന്റെ ഓരോ ബീറ്റിലും അത് നിങ്ങളെ ബോഡി മുഴുവനായിട്ടും ത്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. And the light gets stronger, stronger and stronger. നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ബോഡിയിൽ കാംനെസ്സും കൂടി സ്പ്രെഡ് ആവുന്നുണ്ട്. ഈ ഒരു ഫീല് നിങ്ങളെ മൈൻഡ്, ബോഡി, സോളിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ആക്കുക. ഇനി നിങ്ങൾക്ക് എന്റെ വാക്കുകളിലേക്ക് മാത്രം ശ്രദ്ധിക്കാം. And repeat it to you. I am grateful for the life I have. എനിക്ക് ലഭിച്ച ജീവിതത്തിന് ഞാൻ നന്ദിയുള്ളവനാണ്. I notice the good around me. എന്റെ ചുറ്റുമുള്ള നന്മ ഞാൻ ശ്രദ്ധിക്കുന്നു. My mind chooses appreciation over complaint. എന്റെ മനസ്സ് പരാതിയേക്കാൾ വിലമതിപ്പാണ് തിരഞ്ഞെടുക്കുന്നത്. My heart fills with gratitude and peace. എന്റെ ഹൃദയം ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടും പീസ് കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. Every day I discover new blessings. എല്ലാ ദിവസവും ഞാൻ പുതിയ പുതിയ അനുഗ്രഹങ്ങൾ കണ്ടെത്തുന്നു. My life is becoming more positive and meaningful. എന്റെ ജീവിതം കൂടുതൽ പോസിറ്റീവും മീനിങ്ഫുള്ളുമായിട്ട് മാറുന്നു. ഈ വേർഡ്സ് നിങ്ങളെ ബോഡിയിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ആ ഒരു വാംത്ത് അത് എക്സ്പീരിയൻസ് ചെയ്യാം.
ഗ്രാറ്റിറ്റ്യൂഡിനെ ഹൃദയത്തിൽ ഫില്ല് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു ദീർഘശ്വാസം എടുത്തുവിട്ട് തിരിച്ചു വരാവുന്നതാണ്. ആൻഡ് hope you all will come to this consciousness. Take a breath and കൈപ്പത്തികൾ കൂട്ടിത്തിരുമ്പി ചൂടാക്കി കണ്ണുകളിൽ വെച്ച ശേഷം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഈ ഒരു കോൺഷ്യസിലേക്ക് വരാവുന്നതാണ്. So yeah, welcome back to a different ആയിട്ടുള്ള ടോപ്പിക്, ഒരു വെറൈറ്റി എക്സ്പീരിയൻസ്, റൈറ്റ്? സോ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നമ്മൾ എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത് അതായിരിക്കും നമ്മളെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. സോ ഈ നെഗറ്റീവ്സും പ്രോബ്ലംസും ഒക്കെ ഒന്ന് അവിടെ വെച്ചിട്ട് നമുക്കൊരു കുറച്ച് ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കാം. സീ ദ മാജിക്. ഓക്കെ, സോ hope you all are good and thank you so much for joining.